ഒറ്റ തഗ് ഡയലോഗുണ്ട്. BRM ഹിക്ക സതീശന്റെ പുതുയുഗ യാത്രയുടെ തള്ളിനെ മുഴുവൻ തകർത്ത് തരിപ്പണമാക്കിയിട്ടുണ്ട്. ചില PR വീഡിയോകൾക്കപ്പുറം സതീശൻ എന്ന ജനകീയ മുഖ്യമന്ത്രിയെക്കുറിച്ച് 2 ഡയലോഗ് അടിച്ചപ്പോൾ BRM ഹിക്ക തന്നെ ജനങ്ങൾക്കിടയിൽ നിന്നുള്ള പ്രതികരണം കണ്ടിട്ട് ആ സത്യം തുറന്നു പറഞ്ഞു. സതീശന് ഇരുന്ന ഇരിപ്പിൽ നെഞ്ചുവേദന വന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും ആ തഗ് ഡയലോഗിലേക്ക്. നിലപാടുകളെ 2 അക്ഷരത്തിൽ ചുരുക്കി പറയാൻ ഭാഷാ പണ്ഡിതന്മാർ പറഞ്ഞാൽ ആ നിലപാടുകൾക്കൊരു പേരുണ്ടെങ്കിൽ ആ പേരിന്റെ അർത്ഥം വി ഡി സതീശൻ എന്നാണ്. ആകെ 3 പേരാണ് കൈയടിച്ചത്. പിന്നെ എങ്ങനെ ഇവിടെ ഭൂരിപക്ഷം കിട്ടും? ചുമ്മാ അല്ല തോറ്റത്. എല്ലാരും കൂടെ കൈയടിച്ച് നോക്കട്ടെ. എന്തേ അമ്മമാർക്കൊന്നും അടിയില്ലേ? എല്ലാരും കൂടെ ഒരുമിച്ച് അടിച്ചേ. അല്ലെങ്കിലും ഹിക്ക ഇങ്ങനെയൊക്കെയാണ്. ചില സമയത്ത് നിഷ്കളങ്കനാണ്. ഉള്ളതുപോലെ വിളിച്ചു പറഞ്ഞു കളയും. ആര് എവിടെയൊന്നും നോക്കൂല. അതുകൊണ്ടാണ് പുതുയുഗ യാത്രയിൽ അദ്ദേഹം പറഞ്ഞത്, ചുമ്മാതല്ല തോറ്റത്, ഇനിയും തോക്കും. നീയൊക്കെയല്ലേ നമ്മളെത്തി ബടായി അടിച്ച് വീഡിയോ റെക്കോർഡ് ചെയ്ത് പുറത്തേക്ക് വിടാൻ നോക്കുമ്പോൾ കൈയടിക്കാതിരിക്കുന്നു. ഇതാണ് അദ്ദേഹം ചോദിച്ച ചോദ്യം. ഇത് പലയിടങ്ങളിലും സംഭവിക്കുന്ന ഇതാണ്. സതീശന്റെ പേര് പറയുമ്പോൾ എന്താണ് കോൺഗ്രസിനകത്ത് നിന്നുള്ള പ്രതികരണം? മനോരമ പറയുന്നു സതീശൻ ഇതാ മുഖ്യമന്ത്രിയായിട്ട് ഇതാ ജനപിന്തുണ ഉയർന്നു എന്ന്. കണ്ടില്ലേ? പുതുയുഗ യാത്രയിൽ സതീശൻ VD എന്ന പേര് പറഞ്ഞപ്പോൾ ഒരനക്കവും ഇല്ല. 3 കൈയടി. അത് കൃത്യമായിട്ട് ഹിക്ക എണ്ണി. 1 2 3 ഏകദേശം 10-300ഓളം ഇരുന്ന വേദിയിലാണ് 3 പേർ കൈയടിച്ചത്. 297 പേർക്കും കൈയടിക്കേണ്ട കാര്യം VD എന്ന് പറഞ്ഞ അത്രമാത്രം വെറുക്കപ്പെട്ടവനാണെന്നാണ് അവരുടെ മനസ്സിലുള്ളത്. എന്തായാലും ആ ഡയലോഗ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വമ്പൻ ഹിറ്റാണ്. നിലപാടുകളെ 2 അക്ഷരത്തിൽ ചുരുക്കി പറയാൻ ഭാഷാ പണ്ഡിതന്മാർ പറഞ്ഞാൽ ആ നിലപാടുകൾക്കൊരു പേരുണ്ടെങ്കിൽ ആ പേരിന്റെ അർത്ഥം വി ഡി സതീശൻ എന്നാണ്. ആകെ 3 പേരാണ് കൈയടിച്ചത്. പിന്നെ എങ്ങനെ ഇവിടെ ഭൂരിപക്ഷം കിട്ടും? ചുമ്മാ അല്ല തോറ്റത്. എല്ലാരും കൂടെ കൈയടിച്ച് നോക്കട്ടെ. എന്തേ അമ്മമാർക്കൊന്നും അടിയില്ലേ? എല്ലാരും കൂടെ ഒരുമിച്ച് അടിച്ചേ. ഇനിയെങ്കിലും ചില മീഡിയ PR തള്ളൽ കണ്ടിട്ട് ജനം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, VD നുണേശൻ എന്ന വ്യക്തിയെ കോൺഗ്രസ്സുകാർ തന്നെ വെറുത്തു കഴിഞ്ഞു. കോൺഗ്രസ്സുകാരുടെ പുതുയുഗ യാത്രയിലൊക്കെ ചില ആൾക്കാരെ വണ്ടി പിടിച്ച് എല്ലാ പോയിന്റുകളിലും കൊണ്ടുപോയിട്ട് സതീശനെ പൊക്കിക്കൊണ്ട് നേരെ സ്റ്റേജിലെത്തിക്കുന്ന ഷോയ്ക്കപ്പുറം അവിടുത്തെ യോഗങ്ങളിൽ നിന്നുള്ള പ്രതികരണം എന്താണ് എന്നതിൻ്റെ തെളിവാണ് ഹിക്കയുടെ ഈ പ്രതികരണത്തിലൂടെ പുറത്തു വന്നത്. അതിൽ നിന്ന് ഈ നാട്ടുകാർക്ക് മനസ്സിലാക്കാം ബാക്കിയുള്ളതെല്ലാ ഷോയും റിയാലിറ്റി ഇത് മാത്രമാണെന്ന്. നിലപാടുകളെ 2 അക്ഷരത്തിൽ ചുരുക്കി പറയാൻ ഭാഷാ പണ്ഡിതന്മാർ പറഞ്ഞാൽ ആ നിലപാടുകൾക്കൊരു പേരുണ്ടെങ്കിൽ ആ പേരിന്റെ അർത്ഥം വി ഡി സതീശൻ എന്നാണ്. ആകെ 3 പേരാണ് കൈയടിച്ചത്. പിന്നെ എങ്ങനെ ഇവിടെ ഭൂരിപക്ഷം കിട്ടും? ചുമ്മാ അല്ല തോറ്റത്. എല്ലാരും കൂടെ കൈയടിച്ച് നോക്കട്ടെ. എന്തേ അമ്മമാർക്കൊന്നും അടിയില്ലേ? എല്ലാരും കൂടെ ഒരുമിച്ച് അടിച്ചേ.